ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർത്തിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഹയർത്തിൻ്റെ ലീഡർമാരൊക്കെ എടുത്തിരിക്കുന്ന ഒരു ജാമ്യത്തെക്കുറിച്ചാണ്. അവർ പറയുന്ന ജാമ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല എന്നും, നിങ്ങളുടെ കേസ് തോറ്റാൽ നമ്മൾ കേസ് തോറ്റ് കഴിഞ്ഞാൽ ബഡ്സ് അതോറിറ്റി നിങ്ങൾക്ക് പണം തരുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ഒരു എക്സൽ ഷീറ്റ് കൊടുക്കും, അതിനുശേഷം നിങ്ങൾക്ക് ആർക്കും തന്നെ പൈസ തരൂല പൈസ അവർ തരുമെന്നാണ് പറയുന്നത്. ഇത്ര കാലം ഇവർ ബഡ്സ് അതോറിറ്റിയെ കുറ്റം പറഞ്ഞുകൊണ്ട്, ആരാടാ ഈ ബഡ്സ് അതോറിറ്റി, എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഇന്നലെയൊക്കെ ആൾക്കാർ പറയുന്നത്. ഏതവനാണ് ഈ ബഡ്സ് അതോറിറ്റി, അവരെന്തിനാണ് നമ്മുടെ പൈസ തടഞ്ഞു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇത്രയും കാലം ബഡ്സ് അതോറിറ്റിയെ കുറ്റം പറഞ്ഞവർ ഇനി കേസ് തോറ്റിട്ടാകുമ്പം ഇത് നമ്മുടെ ബഡ്സ് അതോറിറ്റിയാണ്, നമ്മുടെ പൈസയും കൂടി ഉണ്ട്, അതിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് ഒരു കാര്യമാണല്ലോ, നമ്മുടെ ടെമ്പററി അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ വന്നിരിക്കുന്നത് ആദ്യം ബഡ്സിൻ്റെ തന്നെയാണ്. പക്ഷേങ്കിൽ അതിൽ എന്താണെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഉണ്ടായിരുന്നത് പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് എല്ലാം തന്നെ അറ്റാച്ച് ചെയ്തു എന്ന് പറയുന്നതാണ്. അതിനുശേഷമാണ് ED ജനുവരി 23 വന്നിട്ട് ഇവരുടെ രേഖകൾ, ഭൂമി അല്ലെങ്കിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം തന്നെ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി അറ്റാച്ച് ചെയ്ത് പോയത്. അപ്പോൾ ശരിക്ക് വന്നിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ് EDയുടേതാണ്, EDയുടേതാണ്. അതിൻ്റെ മുകളിലാണ് പിന്നെ മാർച്ച് 12 കൊണ്ടുപോയിട്ട് കലക്ടർ അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇത് കോടതി അതിനെ പെർമനൻ്റ് ആക്കിയെങ്കിലും അത് ഹൈക്കോടതി അത് പെർമനൻ്റ് ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് EDയുടെ ആ ഒരു ഫ്രീസിങ് ആണ്. ആ ഒരു ഫ്രീസിങ് EDയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അത് ശരിയാണ്, നിങ്ങൾ ചെയ്തത് നല്ലതാണ് മക്കളെ, നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ചെയ്ത നിയമപരമാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്വത്തുക്കളെല്ലാം തന്നെ നിക്ഷേപമൊക്കെ തന്നെ EDയുടെ ഫ്രീസിങ്ങിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് പറയുന്നത് EDയുടെ കുറ്റപത്രത്തിൽ അടക്കം പറയുന്നത് ആർക്കെങ്കിലും പൈസ വേണമെങ്കിൽ PMLA ആക്ടിൻ്റെ 8 പ്രകാരം 8 സെക്ഷൻ 8 പ്രകാരം റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് എന്ന കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് PMLA കോടതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിക്ഷേപകർ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത്, ഇത് സമാനമായ കേസ് തന്നെയാണ്, ഇതുപോലെയുള്ള കേസ് തന്നെയാണ് പോപ്പുലർ ഫിനാൻസിൻ്റെ. വെറും 60 കോടിയോ മറ്റോ ആണ് EDക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം വിദേശത്തേക്ക് കടത്തിക്കളഞ്ഞു. വെറും 60 കോടിയോ മറ്റോ ഉള്ളൂ. പിന്നെ കുറേ റെൻറ്റ് ബിൽഡിംഗ് ആണ്, ഇവരുടെ ബ്രാഞ്ചസ് അതൊക്കെ മറ്റു ആൾക്കാരുടെ സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. അതൊക്കെയാണ് ബഡ്സ് അതോറിറ്റി ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും 5 പൈസ കിട്ടിയിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് EDയുടെ കയ്യിലാണ്. EDയോട് പൈസ ചോദിച്ചിട്ട് ആരും തന്നെ ആ വഴിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് 2022 ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ ED ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പൈസ കൊടുക്കാം, പക്ഷേങ്കിൽ ഈ റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി 8 പ്രകാരമുള്ള ആപ്ലിക്കേഷൻ PMLA കോടതിയിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് കഴിഞ്ഞ ഡിസംബർ 24 ഇവർക്ക് ഹൈറച്ചിൻ്റെ കേസിൽ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത വാട്സപ്പ് കൂട്ടായ്മയാണ് ഉള്ളതെങ്കിൽ, അഡ്മിൻ ഓൺലി വാട്സപ്പ് കൂട്ടായ്മയാണ് ഉള്ളതെങ്കിൽ, പോപ്പുലർ ഫിനാൻസിൻ്റെത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്, ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ, പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മ, അതിനൊരു രജിസ്ട്രേഷൻ നമ്പറും അതിനൊരു പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷറും എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ അവർ കൊടുത്തൊരു കേസിൽ EDയുടെ വക്കീൽ പറഞ്ഞത് ഇത് തന്നെയാണ്,
ബഡ്സിന് പണം വേണോ? ഓക്കെ, ബഡ്സിന് പണം തരാം. പക്ഷേങ്കിൽ PMLA കോടതിയിൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കൂ. സെക്ഷൻ PMLA ആക്ടിലെ 8 പ്രകാരം ബഡ്സിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ഒരു അപ്ലിക്കേഷൻ കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നടപടിക്രമങ്ങൾ ഇനി ഇപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഈ മാസം ബഡ്സിൻ്റെ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്. അല്ലാതെ നാളെ തന്നെ ബഡ്സിൻ്റെ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഹൈറിച്ചിന് വേണ്ടി കോരം വാദിച്ച അവന്മാരൊക്കെ ഇവരുടെ HR ID എടുത്തിട്ട് മൊബൈലിൻ്റെ സ്ക്രീൻഷോട്ടും എടുത്തിട്ട് തൃശ്ശൂർ ജില്ലാ കളക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ പൈസ തരില്ല. നമ്മുടെ ഭാര്യയ്ക്കൊക്കെ അങ്ങനെയാണ് പറയുന്നത്, പൈസ തരില്ല. അതിൻ്റെ പ്രൊസീജിയർ കടക്കേണ്ടതുണ്ട്. അപ്പോൾ ED തന്നെയാണ് ശരണം എന്നാണ് പറയാനുള്ളത്. ബൈ.